ഹലോ സ്റ്റുഡൻസ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ടീച്ചർ പൊളിറ്റിക്സാണ് എടുക്കുന്നത്. പൊളിറ്റിക്സ് ടീച്ചർ നേരത്തെ തന്നായിരുന്നു നിങ്ങൾക്ക് പോർഷനൊക്കെ. ഫസ്റ്റ് ലെസൺ നമുക്ക് അവോയ്ഡിങ് ലെസനാണ്. സെക്കൻഡ് ലെസൺ നമുക്ക് വേണം. തേർഡ് ലെസൻ്റെ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ സൗത്ത് ആഫ്രിക്ക മാത്രം മതി. പിന്നെ ഫോർത്ത് ലെസൺ വേണം, ഫിഫ്ത്ത് വേണ്ട, സിക്സ്ത്ത് വേണം. ഓക്കെ, അപ്പോൾ അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസൈനിൽ തേർഡ് ചാപ്റ്ററിൽ നമുക്ക് ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ സൗത്ത് ആഫ്രിക്ക മാത്രം പഠിച്ചാൽ മതി. ബാക്കി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കത് പഠിക്കേണ്ട. അത് അടുത്ത വർഷം നിങ്ങൾ പഠിക്കുന്നതാണ്, അത് കാരണമായിരിക്കും ഇത് അവോയ്ഡ് ചെയ്തത്. ഓക്കെ, നോക്കാം. പേജ് നമ്പർ 41, ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ സൗത്ത് ആഫ്രിക്ക. അപ്പോൾ നമുക്കറിയാം, സൗത്ത് ആഫ്രിക്കയിൽ ഈ അടുത്ത കാലത്താണ്, അതായത് 1994 അവർക്ക് ഫ്രീഡം ലഭിച്ചത്. നെൽസൺ മണ്ടേല ആയിരുന്നു. നമുക്ക് ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയെ പോലെ സൗത്ത് ആഫ്രിക്കയിൽ അവർക്ക് ഫ്രീഡം ലഭിക്കുന്നതിന് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയായിരുന്നു നെൽസൺ മണ്ടേല. അദ്ദേഹം 28 വർഷം ജയിലിലായിരുന്നു. ജയിലിൽ നിന്ന് റിലീസായി അതിന് ഉടൻ തന്നെ ഇവർക്ക് ഫ്രീഡം ലഭിക്കുകയും ചെയ്തു. ഓക്കെ, നോക്കാം. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. I have fought against white domination and I have fought against black domination. I have cherished the ideal of a democratic and free society in which all persons live together in harmony and with equal opportunities. It is an ideal which I hope to live for and to achieve. But if needs be, it is an ideal for which I am prepared to die. This was Nelson Mandela being tried for treason by the white South African government. He and 7 other leaders were sentenced to life imprisonment in 1964 for daring to oppose the apartheid regime in his country. He spent the next 28 years in South Africa's most dreaded prison, Robben Island. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം സൗത്ത് ആഫ്രിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. എല്ലാവരെയും ഈക്വലായിട്ട് കാണുന്നത്, അതായത് വൈറ്റ് ആയാലും ബ്ലാക്ക് ആയാലും ഓൾ ആർ കൺസിഡേഴ്സ് ഈക്വൽ. ആ ഒരു ഈക്വാലിറ്റി അവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പോരാടിയത് എന്നുള്ള ഒരു കാര്യം പറയണം. സോ അപ്പാർത്തൈഡ് സിസ്റ്റം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദിസ് അപ്പാർത്തൈഡ് സിസ്റ്റം എന്താണ്? റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, കളറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനെയാണ് അപ്പാർത്തൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. അപ്പോൾ ഇവിടെ വരുന്നത് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. വെയർ നെൽസൺ മണ്ടേല സ്പെൻഡ് 28 ഇയേഴ്സ്. എവിടെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലടച്ചത്? റോബൻ ഐലൻഡ്. അത് വേണമെങ്കിൽ ചോദിക്കാം. നോക്കാം. Struggle against apartheid. Apartheid was the name of a system of racial discrimination unique in South Africa. അപ്പോൾ ഇത് ഇത്രയും എഴുതിയില്ലെങ്കിൽ നമുക്ക് എഴുതാൻ സാധിക്കും. Racial discrimination prevailed in South Africa. The white Europeans imposed this system on South Africa. During the 17th and 18th centuries, the trading companies from Europe occupied it with arms and force in the way they occupied India. നമുക്കറിയാം, സൗത്ത് ആഫ്രിക്കയും ബ്രിട്ടീഷുകാരുടെ ഒരു കോളനി ആയിരുന്നു. ദേ സിംപ്ലി ഗോ ഫോർ ട്രേഡ് ആൻഡ് ദേ ഓക്കുപ്പൈഡ് ഓൾ ദ ടെറിട്ടറീസ് ലൈക്ക് ഇന്ത്യ. But unlike India, a large number of whites had settled in South Africa and became the local rulers. In India, the white people or British people did not settle. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇന്ത്യയിൽ സെറ്റിൽ ആയിരുന്നുള്ളൂ. ബട്ട് ഇൻ സൗത്ത് ആഫ്രിക്ക large people settled there and they occupied all the territories and they became the local rulers in South Africa. The system of apartheid divided the people and labeled them on the basis of their skin color. Okay, in South Africa, people were characterized into two, black people and white people, on the basis of the skin color. The native people of South Africa are black in color. They made up about 3/4 of the population and were called blacks.
നേറ്റീവ് പീപ്പിൾ, അവിടുത്തെ ജനങ്ങളാണ് നേറ്റീവ് പീപ്പിൾ. ദേ വെയർ കൺസിഡേഴ്സ് ബ്ലാക്ക് പീപ്പിൾ. ദേ കോൺസ്റ്റിറ്റ്യൂട്ട് 3/4 മെജോറിറ്റി ബ്ലാക്ക് പീപ്പിൾ ആയിരുന്നു. ബട്ട് the white people came there for trade and they occupied on by on and they became the local rulers. That is why the black people were considered very low. Besides these two groups, there were people of mixed races who were called colored and people who migrated from India. The white rulers treated all non-whites as inferiors. The non-whites did not have voting rights. And also third category also there, colored people, mixed color. അതായത് ഇന്ത്യയിൽ നിന്നും പണ്ട് കാലങ്ങളിൽ അവിടെ ജോലിക്ക് പോയി അവിടെ താമസിച്ച് അവിടെ വിവാഹം കഴിച്ച് വന്ന ആൾക്കാർ, അതാണ് കളേർഡ് പീപ്പിൾ എന്ന് പറയുന്നത്. സോ വൈറ്റ് പീപ്പിൾ, ബ്ലാക്ക് പീപ്പിൾ ആൻഡ് ഓൾസോ കളേർഡ് പീപ്പിൾ. ദീസ് ബ്ലാക്ക് പീപ്പിൾ ആൻഡ് കളേർഡ് പീപ്പിൾ വെർ കൺസിഡേഴ്സ് inferiors and the white people suppressed these two people. That is why apartheid system, that means racial discrimination, prevailed. The apartheid system was particularly oppressive for the blacks. They were forbidden from living in white areas. അവരെ വൈറ്റ് ഏരിയാസ് താമസിക്കുന്ന അടുത്തൊന്നും ഇവർക്ക് പോകാനൊന്നും പറ്റത്തില്ല. They were restricted. They could work in white areas only if they had a permit. Permit ഉണ്ടെങ്കിൽ മാത്രമേ the black people only can do any work in white areas, residing places. Trains, buses, taxis, hotels, hospitals, schools and colleges, libraries, cinema halls, theatres, beaches, swimming pools, public toilets were all separate from the whites and blacks. This was called segregation. ഇത് ഒരു മാർക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് സെഗ്രിഗേഷൻ? All the places were separated from black and white. That means all places എന്ന് പറയുമ്പോൾ ഇവിടെ ഏതൊക്കെയാണ് വരുന്നത്? ട്രെയിൻസ്, ബസ്സസ്, ടാക്സീസ്, ഹോസ്റ്റൽസ് എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. ബ്ലാക്കിനൊന്ന്, വൈറ്റിനൊന്ന്. ഈ ഒരു സംവിധാനത്തെയാണെന്ന് പറയുന്നത് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. They could not even visit the churches where the whites worshipped. So these black people did not allow to go churches that white people worshipped. Blacks could not form associations or protest against the terrible treatment. So they did not. That means the black people did not allow to form any associations or protest against the government. Since 1950, the blacks, colored and Indians fought against the apartheid system. They launched protest marches and strikes. The African National Congress (ANC) was the umbrella organization that led the struggle against the policies of segregation. So since 1950, the black people, colored people and the Indian people were fought against this crucial discrimination. And also one important organization called African National Congress (ANC) was the organization that led the struggle against the policies that the white people and black people were separated. This include many workers' union and the Communist Party. Many sensitive whites also joined the ANC to oppose apartheid and played a leading role in this struggle. അതോടൊപ്പം തന്നെ വൈറ്റ് പീപ്പിൾ ഓൾസോ, സം വൈറ്റ് പീപ്പിൾ, വളരെ ഈ ബ്ലാക്ക് പീപ്പിളിനോട് അനുകൂലിച്ച് നിൽക്കുന്ന ഒത്തിരിയധികം വൈറ്റ് പീപ്പിൾ ഓൾസോ joined to this ANC or Indian African National Congress and they fought against this apartheid system. നമുക്കറിയാം ഇന്ത്യയിലും കോൺഗ്രസ് പാർട്ടി ഫോം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു എവോ ഹ്യൂം. ഇദ്ദേഹം ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ആഫ്രിക്കയിലും ഒത്തിരിയധികം വൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ സെഗ്രിഗേഷനെതിരെ നിൽക്കുകയും ഈ ANC ഇന്ത്യൻ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. Several countries denounced apartheid as unjust and racist. Several countries also
says that this system was unjust and also racist, but the white racist government continued to rule by detaining, torturing and killing thousands of black and colored people. But the white people did not mind the struggle, and also they killed thousands of black people. Okay, അപ്പോൾ മനസ്സിലായല്ലോ വാട്ട് ഈസ് അപ്പാർത്തൈഡ് സിസ്റ്റം, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ദെൻ ദീസ് ട്രെയിൻ ബസ്സസ്, hospitals, schools, colleges, etc. separate from black and white. This system is called segregation. Okay, ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി അടുത്ത് നോക്കാം. Towards a new constitution. As protests and struggle against apartheid had increased, the government realized that they could no longer keep the blacks under their rule through repression. So ഇങ്ങനെ ഒത്തിരിയധികം പ്രൊട്ടസ്റ്റ്, ഇതിനെതിരെ ഭയങ്കരമായിട്ടുള്ള ലഹളകളും നമുക്ക് ഇന്ത്യയിൽ ഓർമ്മയുണ്ടല്ലോ. നമുക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി എന്തുമാത്രം ലഹളകളാണ് ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ അവിടെയും ഒത്തിരിയധികം പ്രൊട്ടസ്റ്റൊക്കെ വന്നപ്പോൾ വൈറ്റുകാർ എന്ത് ചിന്തിച്ചു, ഇനി നീണ്ട കാലം നമുക്ക് ഇവരെ റെപ്രസ് ചെയ്തിരിക്കുക, അടിച്ചമർത്തിയുള്ള ഭരണം നടക്കത്തില്ല എന്ന് ചിന്തിച്ചു. The white regime changed its policies. Discriminatory laws were repealed, ban on political parties and restrictions on the media were lifted. After 28 years of imprisonment, Nelson Mandela walked out of the jail as a free man. Finally, at the midnight of 26th April 1994, the new national flag of the Republic of South Africa was unfurled, marking the newly born democracy in the world. The apartheid government came to an end, paving way for the formation of multi-racial government. അങ്ങനെ in 1964 നെൽസൺ മണ്ടേല ജയിലായി. അത് കഴിഞ്ഞ് 28 വർഷം കഴിഞ്ഞപ്പോൾ 1994 എന്ത് ചെയ്തു, അവിടെ ഒരു സൗത്ത് ആഫ്രിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും അങ്ങനെ അവരൊരു മൾട്ടി റേഷ്യൽ ഗവൺമെൻറ് ഫോം ആവുകയും ചെയ്തു. മൾട്ടി റേഷ്യൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലാക്ക് പീപ്പിൾ അല്ല, ഈ കളേർഡ് പീപ്പിളുണ്ട്, അതോടൊപ്പം തന്നെ വൈറ്റ് പീപ്പിളിനും കുറച്ചൊക്കെ അധികാരം കൊടുത്തുകൊണ്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് അവിടെ ഫോം ആയത്, ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്. ഒന്ന് ഓർത്ത് നോക്കുക, എന്തുമാത്രം ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയതെങ്കിലും ഈ ബ്ലാക്ക് പീപ്പിൾ എന്ത് ചെയ്തു, അതെല്ലാം മറന്നിട്ട് ഈ വൈറ്റ് പീപ്പിളിനും തുല്യമായിട്ടുള്ള ഒരു അവകാശം കൊടുത്തുകൊണ്ട് തന്നെയാണ് അവിടെ അധികാരത്തിൽ വന്നത്. ഓക്കെ, ഹൗ ഡിഡ് ദിസ് കം അബൌട്ട്? ലെറ്റ് us hear Mandela, the first president of this newly South Africa, on this extraordinary transition. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൂ വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക? ആരാണ്? നെൽസൺ മണ്ടേല. Historical enemies succeeded in negotiating a peaceful transition from apartheid to democracy exactly because we were prepared to accept the inherent capacity for goodness in the other. My wish is that South Africans never give up on the belief in goodness, that they cherish that faith in human beings is the cornerstone of our democracy. അപ്പോൾ എന്താ നെൽസൺ മണ്ടേല പറഞ്ഞത്? ഹ്യൂമൻ ബീയിങ്സ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. കളറിൻ്റെ പേരിൽ നമ്മൾ ആരെയും മാറ്റി നിർത്താൻ പാടില്ല. അപ്പോൾ ആ ഒരു നമുക്ക് ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് ഫോം ആകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നത് ഓൾ ആർ ട്രീറ്റഡ് ആസ് ഈക്വൽ. ആ ഒരു കൺസേൺ ആയിരിക്കും സൗത്ത് ആഫ്രിക്കയിൽ കൊടുക്കുന്നതാണ് അദ്ദേഹം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. After the emergence of a new democratic South Africa, black leaders appealed to follow blacks to forgive the whites for the atrocities they had committed while in power. So after getting power, the black people forgot the white, അല്ലേ? അപ്പോൾ അവരെന്ത് ചെയ്തു? They forgot all the things. എന്തുമാത്രം ക്രൂരതയാണ് ഈ ബ്ലാക്ക് പീപ്പിളിനോട് കാണിച്ചത്. ബസ്സായാലും സ്കൂളായാലും ഹോസ്പിറ്റൽസ്, ബസ് സ്റ്റോപ്പ്, സിനിമാ ഹാൾ, ഇതെല്ലാം സെപ്പറേറ്റ് ആയിരുന്നു. ഇതെല്ലാം ഇവർ മറന്നിട്ട് എല്ലാവർക്കും ഒന്നുപോലുള്ള എല്ലാവരെയും
ഓൾ ആർ ട്രീറ്റഡ് ആസ് ഈക്വൽ, എല്ലാവർക്കും ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇവർ എഴുതി ഉണ്ടാക്കുകയും അതിന് ഡെമോക്രസി ഫോളോ ചെയ്യുമ്പോൾ ഇവർക്ക് ഓൾ ആർ ട്രീറ്റഡ് ആസ് ഈക്വൽ. അവർ എന്തെല്ലാം വൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇവരെ എന്തൊക്കെ ചെയ്താലും അതെല്ലാം മറന്നിട്ട് ഇവരെ സ്നേഹിച്ചു കൊണ്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇവർ എഴുതിയത്. They said, let us build a new South Africa based on equality of all races and men and women, on democratic values, social justice and human rights. Okay, so after getting power, after they follow democracy, the South African government says that our first and foremost things is equality of all races and men and women, on democratic values, social justice and human rights. ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കും. The party that ruled through oppression and brutal killings and the party that led the freedom struggle sat together to draw up a common constitution. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നു, അതായത് ബ്ലാക്ക് പീപ്പിൾ ആൻഡ് വൈറ്റ് പീപ്പിൾ ദേ സിറ്റ് ടുഗദർ ആൻഡ് റൈറ്റ് ദ സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കണ്ടോ, അപ്പോൾ എന്തുമാത്രം ഇവരെന്തുമാത്രം ചൂഷണം ചെയ്തു, എന്തെല്ലാം ചെയ്താലും ഈ സൗത്ത് ആഫ്രിക്കൻ ജനങ്ങൾ എന്ത് ചെയ്തു, ഗവൺമെൻറ് അവരോട് ക്ഷമിച്ചിട്ട് അവരെയും കൂടെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇവർ എഴുതിയത്. After 2 years of discussion and debate, they came out with one of the finest constitutions the world has ever had. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണം, they write the finest constitution, one of the finest constitutions in the world. This constitution gave its citizen the most extensive rights available in any country. ഒരു രാജ്യത്തും കിട്ടാതെ അത്രയും മനോഹരമായിട്ടുള്ള റൈറ്റ്സുകളൊക്കെയാണ് ഇവർക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ ഇവർ എഴുതി ചേർത്തത്. അതായത് വൈറ്റ് പീപ്പിളിനും ബ്ലാക്ക് പീപ്പിളിനും ഈക്വൽ ട്രീറ്റ്മെൻറ്റ്. Together they decide that in the search for a solution to the problems, nobody should be excluded, no one should be treated as a dumb. എന്തില്ല, നോൺ or superior or inferior, അങ്ങനെ ഒന്നുമില്ല. All are treated as equal. The black people and white people are treated as equal. They agreed that everybody should become part of the solution, whatever they might have done or represented in the past. The preamble of the South African Constitution sums up this spirit. Page number 15 ഉണ്ട് സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ. ഓക്കെ, അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരും ഒന്നുപോലെ അതാണെന്നുള്ള ഒരു നമുക്ക് നോക്കാം. ഇത്രയും കൂടി നോക്കിയിട്ട് നോക്കാം. We the people of the South Africa recognizes the injustice of our past, honor those who suffered for justice and freedom in our land. അപ്പോൾ അത് വായിച്ചാൽ മതി, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുമാത്രം ത്യാഗം സഹിച്ചിട്ടാണ് ഈ ബ്ലാക്ക് പീപ്പിളിന് അധികാരം കിട്ടിയെന്നും അതോടൊപ്പം തന്നെ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയപ്പോൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള, അത് മീൻസ് വൈറ്റ് പീപ്പിളിനെയും കൺസിഡർ ചെയ്ത് അവർ മറന്നില്ല, വൈറ്റ് പീപ്പിളിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇവർ എഴുതിയത്. ദ സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്പേഴ്സ് എ ഡെമോക്രാറ്റിക് ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്പിറേഷൻ കിട്ടും ഓൾ ഓവർ ദ വേൾഡ്. ഡെമോക്രസി ഫോളോ ചെയ്യുന്ന എല്ലാ കൺട്രീസിനും ഇൻസ്പയർ ആയിരുന്നു. ഈസ്റ്റേൺ ഡിനൗൺസ്ഡ് ബൈ ദ എൻറ്റയർ വേൾഡ് till recently as the most undemocratic one is now seen as a model of democracy. ഇത്രയും കാലം അല്ലെ എന്തുമാത്രം എത്രയോ വർഷങ്ങൾ കൊണ്ട് അവർ അടിച്ചമർത്തപ്പെട്ട ഒരു ജീവിതം നയിച്ചിരുന്നു. വോട്ടിംഗ് റൈറ്റ് ഇല്ല, ഓൾ ആർ സെപ്പറേറ്റഡ്. ഇത് ഇങ്ങനെ വന്ന ഒരു രാജ്യം എന്തായിത്തീർന്നു, മോഡൽ ഓഫ് ഡെമോക്രസി. വാട്ട് മെയ്ഡ് ദിസ് ചേഞ്ച് possible was the determination of the people of South Africa to work together to transform bitter experiences into a binding glue of a rainbow nation. Speaking on the South African Constitution, Mandela said, the Constitution of South Africa speaks of both the past and the future. On the one hand, it is a solemn pact in which we, as South Africans, declared to one another that we shall never permit
a repetition of a racist, brutal, and a repressive past. But it is more than that. It is also a charter for the transformation of our country into one which is truly shared by all of its people. A country which is the fullest sense belongs to all of us, black and white, women and men. So we are treated as equal. We did not ignore the white minority, but we are also included their own feelings, both the men and women. Okay, ഇതാണ് ഇവരുടെ നെൽസൺ മണ്ടേലയുടെ ഒരു സ്പീച്ച്. ഓക്കെ, ഇത്രയും മനസ്സിലായത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വാട്ട് ഈസ് അപ്പാർത്തൈഡ് സിസ്റ്റം എന്നുള്ള ഒരു കാര്യമാണ്. ഇനി ഒരു പാർട്ടിയുടെ നമുക്ക് ഇതിലുണ്ട്. Why do we need a constitution? The South African example is a good way to understand why do we need a constitution and what do constitution do. So this example shows that why do we need a constitution? എന്തിനാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യം? The oppressor and the oppressed in this new democracy were planned to live together as equals. So that means white people and black people live together in one nation. It was not going to be easy for them to trust each other because the experience shows that the white people always suppress the black people. That means the train, bus stop, all are separated. Okay, that is why it was not easy for doing this. They had their fears. They wanted to safeguard their interests. They എന്ന് പറയുന്നത് ഇവിടെ white ആണ്. White people, they were feared because they got freedom. After that, they wrote a constitution considering white people also. That is why they feared. The black majority was keen to ensure that the democratic principle of majority rule was not compromised. They wanted substantial social and economic rights. The white minority was keen to protect its privileges and property. So these white people, they were feared, and the black majority was, or black people was ensure their privileges and also they protect their interests, the white interests also. After long negotiations, both parties agreed to a compromise. അവസാനം എന്ത് ചെയ്തു? ഒരു കോംപ്രമൈസിൽ എത്തിച്ചേർന്നു, ബ്ലാക്ക് പീപ്പിൾ ആൻഡ് വൈറ്റ് പീപ്പിൾ. The whites agreed to the principle of majority rule and that one person, one vote. So, first and foremost thing was, why do we need constitution? One person, one vote. Then, they also agreed to accept some basic rights for the poor and the workers and also protect the poor and the working people. The black agreed the majority rule would not be absolute. They agreed that the majority would not take away the property of the white minority. Okay, അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അവർ ഇൻഷുർ ചെയ്തത്. ഏതൊക്കെയാണ്? വൺ പേഴ്സൺ വൺ വോട്ട്, ദെൻ പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് പൂവർ ആൻഡ് ദ വർക്കേഴ്സ്, ദെൻ ലാസ്റ്റ് വൺ, they agreed that the majority would not take away the property of the white minority. Okay, this compromise was not easy. How was this compromise going to be implemented? Even if they managed to trust each other, what was the guarantee that this trust would not be broken in future? അപ്പോൾ എന്താണ്, ഇത്രയും കാര്യങ്ങളിലാണ് ഇവർ കോംപ്രമൈസ് ഉണ്ടായത്. പക്ഷേ ഇൻ ഫ്യൂച്ചർ ഈ ഒരു ട്രസ്റ്റിന് എന്തെങ്കിലും ബ്രോക്കൺ ഉണ്ടാവുകയാണെങ്കിലോ എന്നുള്ള ഒരു ചിന്ത വൈറ്റിന് വന്നു, വൈറ്റ് പീപ്പിൾ. The only way to build and maintain trust in such a situation is to write down some rules of the game that everyone would abide by. That is why they wrote a constitution. അപ്പോൾ അവർ ഈ ഒരു പറഞ്ഞതിനേക്കാൾ ഉപരിയായി they were going to, in this situation they were going to write a constitution. That means all are considered equal. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, അതായത് one person one vote, then protect the interests of the poor and the working people, then the black people did not take away the property of white people. These rules laid down how the rulers are to be chosen in future. These rules also determine what the elected governments are empowered
to do and what they cannot do. Finally, these rules decide the rights of the citizen. These rules will work only if the winner cannot change them very easily. This was what the South Africans did. They agreed on some basic rules. They also agreed that these rules will be supreme. That no government will not able to ignore this. This set of basic rules is called a constitution. So ഈ എഗ്രിമെൻ്റ് ആണ് എന്ത് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇൻ ഫ്യൂച്ചറിൽ ഭരണം മാറി വന്നാലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഇതിൽ rulers did not change the rules accepted by the white people and the black people. Constitution making is not unique in South Africa. Every country has diverse groups of people. In South Africa also diverse people. Their relationship may not have been as hard as that between the whites and the blacks in South Africa. നമുക്കറിയാം പണ്ട് എന്തുമാത്രം ക്രൂരത കാണിച്ചു, അത് മനസ്സിൽ ഇവർക്ക് ഉണ്ടായിരിക്കുമെന്ന് ഉള്ള ഒരു പേടി അതായിരുന്നു വൈറ്റിന് ഉണ്ടായിരുന്നത്. But all over the world, people have differences of opinions and interests. Whether democratic government or not, most countries in the world need to have these basic rules. This applies not just to governments. Any association needs to have its constitution. It could be a club in our area, a cooperative, a society or a political party. They all need a constitution. നമുക്കറിയാം, നമ്മൾ എന്ത് അസോസിയേഷൻ എടുത്താലും അവർക്ക് എന്തുണ്ടായിരിക്കും, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ബേസിക് റൂൾസ് ആൻഡ് ലോ ഉണ്ടായിരിക്കും. നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചതാണ്. സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ടീച്ചറെ പഠിപ്പിക്കും. അപ്പോൾ ബേസിക് റൂൾസ് ഒരു രാജ്യത്ത് ബേസിക് റൂൾസ് ജനങ്ങൾ ഫോളോ ചെയ്യുന്നതിനുള്ള ബേസിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഈ ഇതിൽ പറയുന്നത്. എ സെറ്റ് ഓഫ് ലോ. Thus, the constitution of a country is a set of written rules that are accepted by all the people living together in a country. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ is a set of rules and law. Constitution is a supreme law that determines the relationship among people living in the territory called citizen, and also the relationship between the people and government. Okay, so a constitution does many things. അപ്പോൾ അടുത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, വാട്ട് ആർ ദ, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, വാട്ട് ആർ തിങ്സ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വർക്ക് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് പീപ്പിൾ. ഫസ്റ്റ്, ഇറ്റ് ഗ്യാരണ്ടീസ് എ ഡിഗ്രി ഓഫ് ട്രസ്റ്റ് ആൻഡ് കോർഡിനേഷൻ ദാറ്റ് ഈസ് നെസസറി ഫോർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ ടു ലിവ് ടുഗദർ. സോ ഇൻ ഇന്ത്യ ഓൾസോ വി ലീവ് different people, that means different language, different festivals, then different religion they follow, etc., different worship, etc., but all have only one constitution. Like that in South Africa also it generates a degree of trust and coordination that is necessary for different kinds of people to live together. Then second point, it specifies how the government will be constituted, who will have power to take which decision. അപ്പോൾ റൂളേഴ്സ് ടേക്ക് ഓൾ ദ മേജർ ഡിസിഷൻസ്. ആരാണ് എടുക്കുന്നത്, അതാണ്. തേർഡ്, ഇറ്റ് ലേസ് ഡൗൺ ലിമിറ്റ്സ് ഓൺ ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ടെൽസ് അസ് വാട്ട് ദ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺ ആർ. അപ്പോൾ ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ, നമുക്കറിയാം ഇത് ഡെമോക്രസി എന്ന് വരുമ്പോൾ തന്നെ പീപ്പിൾസ് റൂളാണ്. അപ്പോൾ അവിടെ ജനങ്ങളുടെ വിൽ ആൻഡ് വിഷ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഓരോ റൂളേഴ്സും. ഓക്കെ, ലാസ്റ്റ് ഇറ്റ് എക്സ്പ്രസ്സസ് ദ ആസ്പിറേഷൻസ് ഓഫ് ദ പീപ്പിൾ അബൌട്ട് ക്രിയേറ്റിംഗ് എ ഗുഡ് സൊസൈറ്റി. ജനങ്ങളുടെ ആഗ്രഹത്തോടെ കൂടെ ഒരു ഗുഡ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ വാട്ട് ആർ തിങ്സ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡു ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് പീപ്പിൾ. First one, it generates a degree of trust and coordination that is necessary for different kinds of people to live together. Second one, it specifies how the government will be constituted, who will have power to take which decision. The third one, it lays down limits on the powers of the government and tells us what the rights of the citizen. The last one, it expresses the aspirations of the people about creating a good society. Okay,
All countries that have constitutions are not necessarily democratic, but all countries that are democratic will have constitution. So in the world, different countries follow different types of rule. Democracy follow ചെയ്യുന്ന കൺട്രീസിൽ എന്തുണ്ടായിരിക്കും? ഹാവ് കോൺസ്റ്റിറ്റ്യൂഷൻ. After the War of Independence against Great Britain, the Americans gave themselves a constitution. After the revolution, the French people approved a democratic constitution. Since then, it has become a practice in all democracies to have a written constitution. So every every country that follow democracy have constitution. ഏത് രാജ്യമായാലും എന്തുണ്ട്? ഡെമോക്രസി ഫോളോ ചെയ്യുന്ന കൺട്രീസിൽ എന്തുണ്ടായിരിക്കും? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കും. മറ്റ് കൺട്രീസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒരു പീസ് ഓഫ് പേപ്പർ ആയിരിക്കും. ബട്ട് ഡെമോക്രസി ഫോളോ ചെയ്യുന്ന കൺട്രീസിൽ the citizen of that country follow the rules and regulation laid by this constitution. ഓക്കെ, നമ്മൾ പഠിച്ച 3 കാര്യങ്ങളാണ് ഇപ്പോൾ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ. ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ദെൻ അപ്പാർത്തൈഡ് സിസ്റ്റം. ഓക്കെ, ഇനി ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ലെസണിൽ വരുന്നത്. ബാക്കി ടീച്ചർ പഠിപ്പിച്ചു തരാം. നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുള്ളത് കാരണം. ഓക്കെ, താങ്ക് യു.